വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സ്കൂളിൽ സ്റ്റെം ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ച കോഴിക്കോട് അമൃത വിദ്യാലയം. റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമെല്ലാം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനുള്ള സൗകര്യമാണ് അമൃത വിദ്യാലയവും ക്രിയാസ് പാർക്കും ചേർന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെം ഇന്നൊവേഷൻ ലാബുള്ള ജില്ലയിലെ ആദ്യത്തെ സ്കൂൾ കൂടിയാണ് അമൃത വിദ്യാലയം. വിദ്യാർത്ഥികളിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ തൊഴിലധിഷ്ഠിത മേഖലകളിൽ നൈപുണ്യം വികസിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോഴിക്കോട് അമൃത വിദ്യാലയത്തിൽ സ്റ്റെം ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്കിംഗ്, 3D പ്രിന്റർ, ഡ്രോൺ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിലെല്ലാം കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ലാബിന്റെ ലക്ഷ്യം. ക്രിയാസ് പാർക്കുമായി സഹകരിച്ചാണ് കോഴിക്കോട് അമൃത വിദ്യാലയം സ്റ്റെം ഇന്നൊവേഷൻ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിന് കുട്ടികൾക്ക് ബൈ ഹാൻഡ്, കാരണം ഈ ഒരു കരിക്കുലം 80 to 90% പ്രാക്ടിക്കൽ ബേസ്ഡ്. അപ്പോൾ ഏതൊരു മേഖലയിൽ പോയാലും നമ്മുടെ കുട്ടികൾ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവരെ സ്കില്ലും അതുപോലെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലും ഭാഗമായി അതിൻ്റെ കോൺഫിഡൻസോട് കൂടി കുട്ടികൾ ഉയർന്നു വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ ഈ ലാബിന്റെ പറയുന്നത്. കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി MV ഷിൽക്ക ഉദ്ഘാടനം നിർവഹിച്ചു. സ്മോൾ ഏജ് തൊട്ടിട്ട് അവർ പഠിക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ട ടൈം എത്തുമ്പം ലൈക്ക് ഒരു 12th or 11th എത്തുമ്പം തന്നെ അവർക്ക് അവരുടെ ഏരിയ എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി എന്താ പറയുക സെറ്റ് ചെയ്യാൻ പറ്റും. അത്ഭുതകരമായ ലാബാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രത്തിനു വേണ്ടി പലതും ചെയ്യാനാകുമെന്നും മാതാമൃതാനന്ദമയ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. ലാബ് വന്നതോടെ വിദ്യാർത്ഥികളും ആവേശത്തിലാണ്. The school is giving an opportunity for new students and young students to be an entrepreneur now only. I feel so much happy and I learned so much from this STEM Innovation Lab. And I really loved it. Today's occasion was an amazing event because I am so happy that ours, and I'm really grateful and happy for this. കോഴിക്കോട് അമൃത വിദ്യാലയം കറസ്പോണ്ടന്റ് ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ, പ്രിൻസിപ്പൽ ധന്യ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ തലങ്ങളിലേക്ക് കുട്ടികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും അതിനുള്ള രീതിയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ചെയ്യുന്നു എന്നുള്ളതാണ്. അമൃത ന്യൂസ് കോഴിക്കോട്.